അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മതി ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന മാംഗോ ഐസ്ക്രീം കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക മാംഗോ എസൻസ് വെച്ചിട്ടായിരിക്കും കേട്ടോ. അല്ലാതെ അതിൽ മാങ്ങ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ മാങ്ങയൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആ മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല മാങ്ങയായിട്ടത് നല്ലോണം പഴുത്തിട്ടുള്ള നല്ല മധുരമൊക്കെ ഉള്ള മാങ്ങയാണ്. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇനി വലിയ മാങ്ങയാണെങ്കിൽ 1-2 എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമാണ് നമ്മൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളയുമ്പോഴത്തിന് കുറേ സമയം എടുക്കും. അതിന് പകരമായിട്ട് ഞാനിത് അങ്ങനെയാട്ടോ ചെയ്യുന്നത്. 2 പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് ഒട്ടും വേസ്റ്റ് ആവാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ 3 മാങ്ങൻ്റെ പൾപ്പ് ഞാൻ ഒട്ടും വേസ്റ്റ് ആക്കാതെ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ മാങ്ങ നമ്മൾ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലുള്ള വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എങ്ങനെ ചെയ്താലും നല്ല പഴുത്ത മാങ്ങയല്ലേ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്താലും നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ അതിലുള്ള വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങൻ്റെ കൂടെ അരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അരിപ്പൊടി നമ്മൾ വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വറുത്ത അരിപ്പൊടിയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഇതുപോലെ അളന്നെടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാവും. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അളന്നെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റൊക്കെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ അരിപ്പൊടി നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് മുഴുവനായിട്ടും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പാലൊഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അരിപ്പൊടി നല്ലതുപോലെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ കലക്കിയെടുത്തിട്ടുള്ള അരിപ്പൊടി നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഈ പാലിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചിട്ട് കരിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലതുപോലെ ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അരിപ്പൊടിയല്ലേ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ തിളച്ചിട്ട് കുറുകി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് ഐസ്ക്രീമിന് അത്രക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്ര മതി. ചിലപ്പോൾ ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് അരിപ്പൊടി കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങാ പൾപ്പും ഈ മിക്സൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നമ്മൾ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുത്തിട്ടുള്ള മിക്സ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചെടുക്കുകയാണ്. ഇനി അതല്ല നിങ്ങളടുത്ത് മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ഇത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പാത്രമാണ് കേട്ടോ ഞാൻ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഐസ്ക്രീം വാങ്ങിച്ച പാത്രം തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത് അതിൻ്റെ തന്നെ അടപ്പ് വെച്ചിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. സാധാരണ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മൂടിക്ക് അത്ര തന്നെ ടൈറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു മൂടിക്ക് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പില്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈം ഇത് അടിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്താൽ മതി. മാക്സിമം 1 മിനിറ്റ് വരെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരത്തെ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ, ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലെ എടുത്താലും മതി. അതാവും ഒന്നും കൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ ഉച്ചക്കോ വൈകുന്നേരമൊക്കെ എടുത്താൽ മതി. അപ്പോൾ അത് ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. 8 അല്ല കേട്ടോ, അതിലേറായിട്ടുണ്ട്. കാരണം ഞാനിതൊരു വൈകുന്നേര സമയത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിറ്റേന്ന് ഉച്ച സമയത്താട്ടോ ഞാനിത് എടുക്കുന്നത്. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കണ ഒരു സ്കൂപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിതുപോലെ ഒരു ചെറിയ തവി വെച്ചിട്ടാണിത് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുപോലെ ആ തവിയിലുള്ളത് മാറ്റാതെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയതായിട്ട് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.